നമ്മളുടെ contestant ആയ ധന്യ സുരേഷ്. ധന്യയ്ക്ക് പോലും അറിയില്ല ഏത് റൗണ്ടിലാണ് വരുന്നതെന്ന്. എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മളുടെ ക്രൈസിസ് സൊല്യൂഷൻ റൗണ്ട് ആണ് ഇത്. ആക്ച്വലി കണ്ടസ്റ്റൻസിൻ്റെ ആരത്തും നമ്മൾ റൗണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും ഗെസ് ചെയ്യാണ് എന്താണ് റൗണ്ട്. GK ആണോ അതോ ഇതാണോ അതാണോ എന്നൊക്കെ. സ്റ്റേജിൽ വന്നിട്ട് അവരെ ഒന്ന് അലട്ടുന്ന ടൈപ്പ് ഓഫ് കുറേ ചോദ്യങ്ങളും അല്ലെങ്കിൽ പെർഫോമൻസും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ കാണിച്ചിട്ട് അവരുടെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ഒന്ന് കളയാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നും. അവരെങ്ങനെ അതിന് പ്രതികരിക്കുന്നു, എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നു, എത്ര നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു, ഇതൊക്കെ കണ്ടെത്താനുള്ള ഒരു ഒരു ടെസ്റ്റാണ്. ജീവിതത്തിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പല പല പ്രതിസന്ധികൾ വരാറുണ്ട്. അതെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനുള്ളൊരു ചെറിയ സംഭവം. അതിൽ ഇറ്റ്സ് ടൈം ഫോർ ധന്യ സുരേഷ് ടു എൻറ്റർ ദ ടെസ്റ്റ് ആൻഡ് ദ ഫയർ ഓഫ് ദ ഡ്രാഗൺ എന്നൊക്കെ പറയണ പോലെ. സോ ലെറ്റ്സ് വെൽക്കം ഹർ, ഷാൽ വി? ഹായ് മാം. ഹായ് രഞ്ജിനി. എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. എന്ത് തോന്നുന്നു? ഒരു റഫ് ഐഡിയ? റഫ് ഐഡിയ. ഓക്കെ, തിരിഞ്ഞോ? ഇനി തന്നെ അങ്ങോട്ട് തിരിയണം. ഓക്കെ, ഒരു വീഡിയോ വരും. അതിന് ടാസ്ക് മുമ്പ് പറയണോ കണ്ടിട്ട് പറയണോ? കണ്ടിട്ട് പറയാം. നന്നായി കണ്ടോളൂ. ഓക്കെ, ഫെമിലിയർ ആയ ഒരു വീഡിയോ ആയിരിക്കണം. ഈ ഒരു സമയത്തെ സംബന്ധിച്ച് സിത്താര വളരെയധികം മിസ് ചെയ്യും അല്ലേ? കുറച്ച് ചോദ്യങ്ങൾ ആദ്യം. ഓക്കെ. ആ വീഡിയോയിൽ എന്താ കണ്ടേ? ആ വീഡിയോയിൽ ഒരു നായിക, സിത്താരമ്മ അവതരിപ്പിക്കുന്ന നായിക, ആദ്യം ഒരു റിഹേഴ്സൽ പോലത്തെ ഒരു അന്തരീക്ഷം, അതിലൊരു ക്യാരക്ടറായിട്ട് ഓടി വരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ഒറിജിനൽ നാടകം പോലെ ഒരു രംഗം, അതിൽ ഓടി വന്ന് ഒരു പാട്ട് പാടി അഭിനയിക്കുകയാണ്. പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അപ്പൊ അതാണ് കണ്ടത്. അതിന്റെ ഓഡിയൻസ് കുറെ പേരുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു? ഞങ്ങൾ 3 പേരിൽ ഒരാൾ ആ ഓഡിയൻസിലുണ്ട്. 3 പേരിൽ ഒരാൾ. ആരാണത്? ഓഡിയനായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയം വെച്ചിട്ട് മിക്കവാറും അത് സാറായിരിക്കും. എന്തില് ബേസ് ചെയ്താ അത് പറയണേ? ആ സാറ് ഇപ്പോൾ സാധാരണ ഒരു സിനിമ എപ്പോഴാണ് റിലീസ് ആയത്? സിനിമ റഫ്ലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് 17 ഇയേഴ്സ്. മസ്റ്റ് ബി അല്ലേ? എന്തോന്നു ചേച്ചി ആ സിനിമ റിലീസ് ചെയ്ത സമയം? നമ്മളൊക്കെ 17 ഇയേഴ്സ് മുമ്പും ജീവിച്ചിരിപ്പുണ്ട്. ഞാനും ഉണ്ടായിരുന്നു. അതിൽ കാണാനിരിക്കുന്നതിൽ കുട്ടികളും ഉണ്ട്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന പാലക്കാട് ഏരിയയിലും ആണ്. പാലക്കാട്. ദേവിക മാമിന്റെ വീട് പാലക്കാടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഊഹിച്ചത് സാറ് പ്രായം കാരണം ഞങ്ങൾക്ക് മനസ്സിലായി. എന്നല്ല, സാറ് ഈ ഫീൽഡിൽ കുറെ നാളായിട്ടുണ്ടല്ലോ, സാറിന് കുറെ സുഹൃത്തുക്കളുണ്ട് ഫിലിം ഫീൽഡിൽ. അപ്പോൾ ഓൾമോസ്റ്റ് സാർ അതിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്നിരിക്കാം. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഓഡിയനായിട്ട് മിക്കവാറും അല്ലല്ല, ഈ ലൈക്ക് ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു ടീമിനെ കുറച്ച് പേരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുത്തും, ഇൻ ബിറ്റ്വീൻ തന്നെ അവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഇരുത്തും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അല്ല. ഓഡിയൻസ്, എനിക്ക് ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ഓഡിയൻസ് കുറവാണെങ്കിൽ വിളിക്കാം. ഓഡിയൻസ് ഷോട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ടാസ്കിലേക്ക് കിടക്കാം അല്ലേ? അതെ. അപ്പം ഇപ്പൊ ഇത് കണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇതൊന്നും ഇവിടെ പെർഫോം ചെയ്യണം. പാട്ടിട്ട് തരാം. തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കാൻ പാടില്ല. വീഡിയോയിലേക്ക് നോക്കരുത്.
ആദ്യത്തെ മൊത്തം തെറ്റായിരുന്നു. ഒന്ന് നോക്കാല്ലേ? I'll give you one more chance. Okay. ഒന്നുകൂടി ഓർത്തോളൂ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാദരങ്ങളെ മറുവാക്കുമിണ്ടുമോ ഇവിടെ എൻ്റെ സ്നേഹഗായകൻ രാജഹംസമേ. Okay. Dhanya, that was excellent താങ്ക് യു to the core. താങ്ക് To the core. Okay. And that's mind blowing actually. കാരണം മനസ്സിലായോ? എനിക്കൊന്നും അല്ല, മനസ്സിലായില്ല. എല്ലാം കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ഇപ്പൊ ചെയ്ത പെർഫോമൻസിനെ കുറിച്ചാണ് പറയുന്നത്. യു വർ റിയലി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദ ഹോൾ തിങ് ഓഫ് ക്രൈസിസ് മാനേജ്മെന്റ്. താങ്ക് യു. രണ്ടാമത് ഒരു പതർച്ച വേണമെങ്കിൽ വരാവുന്നത് ഇത് ചെയ്തു നോക്കണം എന്ന് പറയുമ്പോഴാണ് അവിടെയും പതറിയില്ല. ഇത് ഞാൻ കട്ട് ചെയ്തപ്പോഴും വേണമെങ്കിൽ ഒന്ന് പതറാമായിരുന്നു, ഞാൻ ഇതുവരെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. രണ്ടാമത് ഞാൻ ചെയ്യിച്ചപ്പോൾ ആക്ച്വലി ആദ്യം ചെയ്തതിനേക്കാൾ സിങ്കർണൈസ് ചെയ്തുകൊണ്ട് തന്നെ ധന്യയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റി. സത്യമായിട്ടും അവിടുത്തെ മൂവ്മെന്റും ഇവിടുത്തെ മൂവ്മെന്റും വിശ്വസിക്കില്ല. കറക്റ്റായിരുന്നു. എന്നിട്ട് ആക്ച്വലി ദേവിക ഇവിടുന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി അവിടെ എവിടെയെങ്കിലും കാണാനുണ്ടോന്ന്. അത്ര കൃത്യമായിരുന്നു അത്. അൺബിലീവബിൾ കേട്ടോ, എക്സലന്റ്. ഐ താങ്ക് യു. സത്യമാണ്, ഞാൻ പിന്നാലെ നോക്കി അതിന്റെ വല്ല റിഫ്ലക്ഷൻ അവിടെ ഉണ്ടോ അത്രയും ഡൗൺ ടു എവറി ഡീറ്റെയിൽ. ആ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യണം, അവിടെ റൊട്ടേറ്റ് പോസ് അവിടെ കൈ നീട്ടേണ്ട അവിടെ നിന്നിട്ട് ഇത് എങ്ങനെയാ ഈ കുട്ടി അത് നമ്മൾ രണ്ടാമത്തെ തവണ കുറച്ച് ആദ്യം തൊട്ടിട്ട് തുടങ്ങി കുറച്ച് ഏർലി അതുപോലെ തന്നെ. സോ വെരി ഗുഡ് ധന്യ. നമുക്കൊന്നും യു സൈലൻസ്ഡ് അസ്. അതാ ഉണ്ടായതിപ്പോൾ. സത്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഈ ക്രൈസിസ് സൊല്യൂഷൻ എന്നൊക്കെ പറയുമ്പം ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് തരും. അതിലങ്ങ് ഞങ്ങൾ കൂന്ത് വിളയാടും. പിന്നെ അവർ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടേ ഇവിടുന്ന് പോകാറുള്ളൂ. ഇവിടുന്ന് ബുദ്ധിമുട്ടാതെ ചിരിച്ച് സന്തോഷത്തോടു കൂടി ആകെ ഇറങ്ങി പോകാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ഇതുവരെ ധന്യ സുരേഷ് മാത്രമേ ഉള്ളൂ. അതിൽ വലിയ സന്തോഷമുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് ക്രൈസിസ് സൊല്യൂഷൻ അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്രൈസിസേ ആയിരുന്നില്ല എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും. അത് നല്ല രീതിയിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ വളരെ മെച്യൂരിറ്റിയിലൂടെ ഹാൻഡിൽ ചെയ്യുക. അതൊരു നമ്മളുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കാതെ വളരെ സ്വീറ്റ് ആയിട്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് അത് ആവാനുള്ള സാധ്യതയാണ് വരുന്നത് അല്ലേ. ആ സാധ്യതയിൽ തന്നെ അത് തന്നെ ഡൈവേർട്ട് ചെയ്ത് കളയുന്നു. ആൻഡ് ദാറ്റ് ഈസ് വെയർ യുവർ വിക്ടറി ഈസ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ഐ ആം ടോട്ടലി ഇംപ്രസ്ഡ്.